ഫോണിലുണ്ട്. ശ്രീമതി പ്രിയ, അപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടുവരുന്നു. അതിന് താങ്കൾ അതിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് ഈ വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിലും ഇതുപോലെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഈ CIT ആണെങ്കിലും അതിൻ്റെ തന്നെ നേതാക്കളുണ്ടാവും, മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ടാവും. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒന്ന് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊന്നും ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായില്ലേ? കട്ടായം ഞങ്ങൾക്ക് ഇത്ര പൈസ വേണം, ഞങ്ങളല്ലാതെ വേറെ ആരും ഇറക്കാൻ പാടില്ല എന്ന് ഈ മദ്യലഹരിയിൽ തന്നെ ആവർത്തിക്കുകയായിരുന്നോ ഇവർ? അതെ അതെ, തീർച്ചയായിട്ടും. കാരണം അന്ന് നമ്മൾ ഈ ഫെബ്രുവരിയിലാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു ബിറ്റർ എക്സ്പീരിയൻസ് ഇവരിൽ നിന്ന് ഉണ്ടാകുന്നത്, വീടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക്. പക്ഷെ ആ തച്ചോണം ഏരിയയിലെ മിക്കവാറും എല്ലാവരും ഇത് തന്നെയാണ്, വീട് വെച്ച എല്ലാവർക്കും. അതുപോലെ തടി ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക്, അവിടുന്ന് തടി വാങ്ങാതെ ആൾക്കാർ, കാരണം ഇവരെ കാരണം കയറ്റാൻ നിവർത്തിയില്ല. ഇവർ ചോദിക്കുന്ന കൂലിയൊക്കെ ഒരുപാട്, ഞാൻ പറയും, ഞങ്ങൾ നേരത്തെ പറഞ്ഞു 12,000 സംതിങ് രൂപയാണ് അവർ അന്ന് ഞങ്ങളോട് ചോദിച്ചത്. അതായത് ഒരു സ്ക്വയർ ഫീറ്റിന് ഇവര് കയറ്റുന്നതിനേക്കാൾ 10-12 ഇരട്ടി അധികം. അത് ചോദിച്ചപ്പോൾ അവിടെ CITUവിന്റെ ലോക്കൽ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, ഹർഷൻ എന്ന് പറയുന്ന ഒരു സഖാവ്, അദ്ദേഹം പറഞ്ഞത് ഇവിടെ കുമ്മിൾ തച്ചോണം ഭാഗത്ത് ഒരു പ്രത്യേക നിയമമുണ്ട്. നമ്മളിവിടെ ചേർത്തിരിക്കുന്ന ഓരോ ഭാഗത്തും ഓരോ നിയമമാണല്ലോ. അപ്പൊ ഞങ്ങൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞങ്ങൾക്ക് ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ റേറ്റ് ചോദിക്കുന്നതെന്ന്. ആ 12,000 പിന്നെ 8,500 വന്നു. പിന്നെയാണ് അത് 3,850. അപ്പൊ 4,000 കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്നെ ഹസ്ബൻഡ് പറഞ്ഞു, അതെങ്ങനെ കൊടുക്കും, 3,850 അല്ലേ? അപ്പൊ പറഞ്ഞു, അത് 150 രൂപയല്ലേ ഉള്ളൂ, അത് വെറുതെ കിട്ടുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് ബില്ല് വേണോന്ന് ഞാൻ പറഞ്ഞു ബില്ല് എത്തിക്കാമെന്ന് പറഞ്ഞു. ഈ ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഇതിപ്പോ ഓഗസ്റ്റ് ആണ്, ഇതുവരെ ഞങ്ങൾക്ക് ബില്ല് കിട്ടിയിട്ടില്ല. കുമ്മിളെന്ന ഭാഗത്ത് അത് പ്രത്യേക രാജ്യമൊന്നുമല്ലല്ലോ അല്ലേ, വേറെ നിയമത്തിൽ. ഞാൻ താങ്കളിലേക്ക് വരാം. ഈ CITയുടെ ഒരു പ്രതികരണം ലഭ്യമാണ്, അത് കേട്ട ശേഷം വരാം. 150 ഇന്റർലോക്ക് വരുന്നു. ഈ തൊഴിലാളി അവിടെ ഇറക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ പ്രിയയുടെ ഭർത്താവ് ഒരു പോലീസ് തന്നെയാണ്, പാലക്കാട്ട് നിന്നങ്ങാണ്ട് വിളിച്ചിട്ട് നമ്മളെ തൊഴിലാളി സഹാക്കളടുത്തും വളരെ മോശമായ രീതിയിൽ നിങ്ങളാരും ഇവിടെ ഇറക്കണ്ട, എനിക്ക് തോന്നിയ ആളിനെ കൊണ്ടിറക്കുന്നതിൽ വർത്തമാനം പറഞ്ഞു. വണ്ടി അവരെ കോമ്പൗണ്ടിനകത്ത് കയറ്റിയിടുകയാണ്. കോമ്പൗണ്ടിനകത്ത് കയറ്റിയിട്ടപ്പോഴത്തേക്ക് ബംഗാളികൾ വന്നിട്ട് ഇറക്കാൻ വന്നു. ബംഗാളിയുടെ അടുത്ത് ഇറക്കാൻ പറ്റത്തില്ല എന്ന നിലയിൽ തന്നെയാണ് അഭിപ്രായം പറയുന്നത്. ബംഗാളിൽ ഇറക്കണ്ട, ഇത് ഇവിടെ തൊഴിലാളി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ വീടിനകത്ത് കയറ്റിയിട്ടുള്ള നിയമം അനുസരിച്ച് നിങ്ങളെ വീട്ടുകാർക്ക് ആ ലോഡ് ഇറക്കാം എന്ന് പറയുന്നു. പ്രിയ കയറി ലോഡ് ഇറക്കുന്നു. അല്ലാതെ ഏതൊരു വിഷയം, ഒരു അസഭ്യം പറച്ചിലോ ഒരു മോശമായ രീതിയിലുള്ള പ്രവർത്തനമോ ഒരു ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ആരെങ്കിലും അവിടെ കള്ള ഒടിച്ച് വിഷയം ഉണ്ടാക്കിയെന്നോ സംശയമുള്ള എല്ലാ വീടുകളുണ്ട്. നിങ്ങൾ ഒരു പരിശോധന നടത്തിയാൽ 100% മനസ്സിലാക്കുന്നത്. ഒരു കാരണവശാലും അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പ്രിയ, ഇപ്പോൾ CIT നേതാവിൻ്റെ പ്രതികരണമാണ് കേട്ടത്. ഇത് വരുന്ന വഴി താങ്കളുടെ ഭർത്താവ് വിളിച്ച് ഞങ്ങൾ ഇറക്കിക്കോളാം എന്ന രീതിയിൽ മോശമായി സംസാരിച്ചു, അങ്ങനെയാണ് ചെല്ലുന്നത്, മദ്യപിച്ചോ ഒന്നും അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അവർ ന്യായീകരിക്കുന്നത്. അതെ അതെ, അവര് ന്യായീകരിക്കാൻ പുള്ളി വിളിച്ചതിന് ഇവര് പറഞ്ഞത് ഭാര്യയും ഭർത്താവ്, ഞങ്ങൾക്ക് ജോലിക്കാരുണ്ട്, നിർമ്മാണ തൊഴിലാളികൾ, ഞങ്ങളെ വീട്ടുമുറ്റത്താണ് അത് ഇറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങനെ വീട്ടുമുറ്റത്ത് ആയാലും എവിടെ ആയാലും ഞങ്ങളെ ഇറക്കുള്ളൂ, ഇല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി അങ്ങ് ഇറക്കിയാൽ മതി എന്നുള്ള ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് ഇവർ സംസാരിച്ചത്. ആ സമയത്താണ് ഞാൻ അവിടെ വരുന്നത് തന്നെ. അവിടെ വരുമ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ഡ്രൈവറെ കൊണ്ട് 3 പ്രാവശ്യം ഈ വണ്ടി നമ്മുടെ മുറ്റത്ത് നിന്ന് റോഡിലേക്ക്, അവിടെ വന്ന് കണ്ടാൽ അറിയാം, ഈ ലോഡ് കയറ്റിയ വണ്ടി അവിടെ ഇങ്ങനെ 3 പ്രാവശ്യം ഈ ലോഡും വണ്ടിയായിട്ട് ഗേറ്റിന് പുറത്തോട്ട് വന്നപ്പോൾ ഉണ്ടായ പാടുകളെല്ലാം മണ്ണിടിഞ്ഞ് കിടക്കുന്നതും എല്ലാം കാണാൻ പറ്റും. പിന്നെ ഞാൻ പറയുമ്പോൾ ഡ്രൈവർ പറഞ്ഞത്, ഇവരാരെങ്കിലും വല്ല കല്ലെടുത്തെറിയും, മദ്യപിച്ച് നിൽക്കുകയല്ലേ, ഓണക്കാലമാണ്, ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്, ഇവരെ അടി തരികയോ കല്ലെടുത്തെറിയുകയോ ചെയ്താൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഞാൻ പോലീസിനെ വിളിക്കാം, നിങ്ങൾ ധൈര്യമായിട്ട് അകത്ത് വണ്ടി ഇടൂ, ഞാൻ ഇറക്കിക്കോളാം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവ ഹസ്ബൻഡ് അതിന് മുന്നേ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇറക്കണ്ട, ഞങ്ങളെ ആൾക്കാർ ഇറക്കിക്കോളും, ഞങ്ങൾ അവിടെ ആളിനെ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ ഭീഷണിപ്പെടുത്തിയത്. നിങ്ങൾ ലക്ഷങ്ങൾ ചെലവാക്കി വെക്കുന്ന വീടല്ലേ, ഞങ്ങൾക്കും കൂടെ എന്തെങ്കിലും തരണ്ടേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇവരിപ്പോ ക്യാഷ് പിരിച്ച് ജീവിക്കാനാണോ CIT എന്ന് പറഞ്ഞ തൊഴിലാളികൾ? വിയർപ്പിന്റെ അസുഖമുള്ളവരാണോ CITക്കാർ? എല്ലാവരെയും ഞാൻ പറയുന്നില്ല. ഞങ്ങൾ അവിടെ അന്ന് മദ്യപിച്ച് വന്ന് മോശമായി സംസാരിച്ചു, ഭീഷണിപ്പെടുത്തി. ഞാനൊരു സ്ത്രീ മാത്രം പരാതി കൊടുത്തിട്ടുണ്ടോ? പോലീസിൽ പരാതി നൽകി ആ രീതിയിൽ പരാതി നൽകാൻ അന്ന് ആ രാത്രി എനിക്ക് അപ്പോഴും പോലീസിനെ വിളിക്കാൻ എനിക്ക് അന്നേരം നമ്പർ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് ഞങ്ങൾക്കുള്ളത് പാങ്ങോട് സ്റ്റേഷനാണ്. അവര് എന്താന്ന് പറയുമ്പോൾ റോഡിന്റെ ഓപ്പോസിറ്റ് തിരുവനന്തപുരം ജില്ലയും ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് കൊല്ലം ജില്ലയുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് കടയ്ക്കലിലാണ് പോലീസ് വരേണ്ടത്. അപ്പൊ ഈ വണ്ടിക്കാർ വന്നിട്ട് 8 മണിക്ക് വന്നതാണ്, 10 മണിയായിട്ടും ലോഡ് ഇറക്കി കഴിഞ്ഞില്ല, അവരെ സമയത്ത് വിടുന്നു. അപ്പൊ എന്റെ മുന്നിലുള്ള ടാസ്ക് എന്ന് പറയുന്നത്, ഇവരിങ്ങനെ ഇത്രയും പേര് മദ്യപിച്ച് ബോധമില്ലാതെ നിൽക്കുന്നു, എത്രയും പെട്ടെന്ന് ഇത് ഇറക്കിയിട്ട് ഈ വണ്ടി വിടുക. ഞാൻ പോലീസിനെ അറിയിച്ചു, അവരതിന് ശേഷമാണ് എത്തിയത്. അവര് വന്നു, CIയും ഒക്കെ വന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് പോയത്. പക്ഷേ ഇവരെല്ലാരെയും വെല്ലുവിളിച്ചിട്ട് നിൽക്കുകയാണ്. ഇതിന് മുമ്പ് ദൃശ്യങ്ങളൊക്കെ പോലീസിന് കൈമാറിയോ? ഇപ്പൊ ഇവർ മദ്യപിച്ചു എന്നതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ദൃശ്യങ്ങൾ അവർക്കറിയാം, പാങ്ങോട് സ്റ്റേഷനിൽ അവർക്കറിയാം. അവര് CIയും പോലീസുകാരും വന്ന് ഇതെല്ലാം കണ്ടു, സമയത്ത് കണ്ടിട്ടാണ് പോയത്. ഇവർ ഞങ്ങളും അതിൽ കെട്ടുമ്പോൾ ഒരടി അകത്തോട്ട് കയറ്റിയാ കെട്ടിയത്. അതിന് പോലും അവിടെ ഒരു വനിതാ വാർഡ് മെമ്പറാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീ സുരക്ഷയുടെ പറഞ്ഞിട്ടില്ലേ ഇവർ അധികാരത്തിലേറിയത്. ഈ വനിതാ വാർഡ് മെമ്പർ വന്ന് അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവരുടെ ഹസ്ബൻഡും CITയുടെ തൊഴിലാളിയാണ്, കൂടെയുണ്ട്. ഹസ്ബൻഡും വൈഫും കൂടി വന്ന് നിൽക്കുകയാണ്. ഞാൻ ഈ ടെമ്പോയുടെ ഈ പിക്കപ്പ് വാനിന്റെ മുകളിൽ നിന്ന് ഈ ഇത്രയും വെയിറ്റുള്ള കല്ലുകൾ ഇറക്കി ഇടുമ്പോൾ
അതൊന്ന് അടുക്കി വെക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ ഇവർ സമ്മതിച്ചില്ല. അപ്പൊ പറഞ്ഞു അത് പറ്റത്തില്ല. ഞാൻ എന്റെ മുറ്റത്ത് കിടക്കുന്ന കല്ലുകൾ എന്തുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, നിങ്ങളുടെ അനുവാദം വേണോ, അത് വണ്ടി പോയാൽ മാത്രമേ തൊടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവർ ജോലിക്കാരെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് അവർക്ക് എടുത്തു വെക്കാൻ പറ്റാത്തത്. അപ്പൊ എനിക്കിത് വീശി ഇടേണ്ടി വന്നു. ഇത്രയും വെയിറ്റ് ഉള്ള ഇന്റർലോക്ക് കല്ലുകൾ ഈ വാനിന്റെ മുകളിൽ നിന്നുകൊണ്ട് എനിക്ക് വീശി എറിയേണ്ടി വന്നത്. കല്ല് പൊട്ടിച്ച് കളയാൻ പറ്റില്ലല്ലോ, അതിന്റെ മൂല കുത്തി ഇടണം. അവരത് പറഞ്ഞിരുന്നു എങ്ങനെ ഇടണമെന്ന്. ഒരു കല്ല് പോലും ഒരു കല്ലിന്റെ മാത്രമാണ് അങ്ങനെ തട്ടി പൊട്ടിയത്. അന്നേരമാണ് ഞാൻ ഇവരോട് പറഞ്ഞതൊന്നും അടുക്കി വെക്കൂ എന്ന് പറഞ്ഞത്. അതിനും ഇവര് സമ്മതിച്ചില്ല. അപ്പൊ ഈ വാർഡ് മെമ്പർ ഉൾപ്പെടെ വന്ന് നിൽക്കുകയാണ്. ഒരു വനിതയാണ്. രാത്രി 10 മണിക്ക് ഞാൻ ലോഡ് ഇറക്കുകയാണ്. ഇതാണോ? എന്തായാലും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. പ്രിയ, വളരെ നന്ദി പ്രതികരണം അറിയിച്ചതിന്. ഒരു നടപടി ഉണ്ടാകുമെന്ന് മന്ത്രിയും പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. ഈ